കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ താങ്കൾ പിന്മാറിയല്ലോ അല്ലേ? ഈ പകുതിയായിട്ട് ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. കുറച്ചു എന്നതിൽ നിന്ന് താങ്കൾ പിന്മാറിയല്ലോ. എന്തായാലും ഞാൻ എവിടെ പിന്മാറി? എന്നാൽ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. അല്ല, ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. സംസ്ഥാന ധനമന്ത്രി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണോ ഈ കേന്ദ്ര നികുതി വിഹിതത്തിൽ കുറവ് വരുത്തിയത് കേന്ദ്ര സർക്കാർ? ആ ഒറ്റ ചോദ്യത്തിനുള്ള മറുപടിയെ താങ്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾ ആ ചോദ്യം എന്നോട് മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുന്നത്. ഇല്ലല്ല, ഞാൻ ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചത് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരള അല്ല ഇത് കേട്ടല്ല, അതൊന്നും അല്ല, ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുന്നത്. മേരി ജോർജ്, ഈ വർഷം അങ്ങനെ ഒരു നികുതി വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിട്ടുണ്ടോ ഈ വർഷം? മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. അതായത് എന്റെ മഞ്ജുഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? പറയാൻ സമയം പോലും കിട്ടുന്നില്ലല്ലോ. ഒരാൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. സപ്പോർട്ടീവ് ഫാക്ടർ ആയിട്ടൊരു പർട്ടിക്കുലർ കക്ഷിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത് അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേ. മഞ്ജുഷെ ഞാൻ എഴുന്നേറ്റ് പോകും കേട്ടോ, എനിക്ക് ക്ഷമ കെട്ടുന്നു. അല്ല, ടീച്ചർ പറഞ്ഞോളൂ. എന്താണ് ക്ഷമ കെടാൻ കാരണം? ഈ GST നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ശരിയാണല്ലോ ബാലഗോപാൽ പറഞ്ഞത്. അത് കണക്ക് കൊടുത്തത് ശരിയായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കണക്ക് കിട്ടാത്തത്. അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ എന്തിനാണ് കേരളത്തോട് മാത്രം നമുക്ക് ഷുവർ അല്ല. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഏതാനും എനിക്ക് വയ്യ. നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? എന്നെ കൊണ്ട് എന്റെ സംസ്കാരം മാറ്റിക്കല്ലേ പ്ലീസ്. നിങ്ങളെപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുക, പല ഭ്രാന്തന്മാരെ പോലെ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങൾ. ഞാൻ തീർച്ചയായിട്ടും ധൂർത്തിന്റെ കൂടെയാണ്. ധൂർത്തിന്റെ കൂടെയും കഴിവ് കേടിന്റെ കൂടെയും. അതായത് നികുതി പിരിച്ചെടുക്കാൻ കഴിവില്ല, നികുതിയേതര വരുമാനം പിരിച്ചെടുക്കാൻ കഴിവില്ല. ഒറ്റയ്ക്ക് പറഞ്ഞാൽ വിഭവ സമാഹരണത്തിൽ ഈ ഗവൺമെന്റ് അട്ടർ ഫെയിലിയർ ആണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമായത് കേട്ടോ. ഇത്തരക്കാരെ ഇങ്ങനെ അട്ടർ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത് തെറ്റാണ്. വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? 27 കോടി രൂപ ഇപ്പൊ അവര് സംസാരിച്ചോണ്ടിരിക്കുന്നു. അവർ നേരത്തെ അയാൾ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എന്താ ഉറക്കം വരുന്നു. എന്റെ അടുത്തിരിക്കുന്ന അങ്ങനെ തന്നെയാണ് കൃത്യമായ പറഞ്ഞേക്കണം. മുതലും പലിശ ചേർത്ത് കിട്ടി.